ചാനൽ കുമുട്ടിങ്ങ വ്ലോഗ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. എനിക്കും സുഖമാണ് കേട്ടോ. ഞാൻ ഇന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ക്രിസ്മസ് അല്ലേ, അപ്പോൾ കുട്ടികളുണ്ട് ഇവിടെ. കുട്ടികളെയും കൊണ്ട് തൃശ്ശൂരൊന്ന് പോകണം, പാർക്കിൽ പോകണം എന്ന് വിചാരിക്കുന്നു. പിന്നെ തൃശ്ശൂർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, പോയിട്ടില്ല അതുവരെ. പിന്നെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് തൃശ്ശൂർ. അപ്പോൾ അതൊക്കെ കാണിക്കണം എന്നുണ്ട് കുട്ടികളെ. അപ്പോൾ ഞാൻ എൻ്റെ കോലം കണ്ട് ഞെട്ടുണ്ട് കേട്ടോ. ഞാൻ കുളിച്ചിട്ടില്ല, ജപിച്ചിട്ടില്ല, പല്ലേച്ചിട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ ഈശ്വര അപ്പോൾ ഞാനിപ്പോൾ വേറെ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് എന്താ പറയുക, പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉച്ചതിരിഞ്ഞാണ് പോണത്. അപ്പോൾ എല്ലാവർക്കും മാരി ക്രിസ്മസ്. ഞാൻ ദേവേനെ കുളിപ്പിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഇതെൻ്റെ ഇവിടുത്തെ കിച്ചണാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് കാണിക്കാൻ മാത്രമായിട്ടുള്ളൊന്നുമില്ല. കണ്ടോ, ഇത്രേ ഉള്ളൂ. കുഞ്ഞ് കിച്ചണാണേ. ആ റോസ് പിങ്ക് കണ്ടോ, അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ റൂമിൽ പെയിൻ്റ് അടി ഉണ്ടായിരുന്നു. അപ്പോൾ പെയിൻ്റ് അടിച്ചപ്പോൾ ഇച്ചിരി ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആ റോസ് പെയിൻറ്റ് വന്നിട്ട് മറ്റേ റോളിങ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് മുകളിലേക്കും താഴത്തേക്കും സ്വൈപ്പ് ചെയ്തെടുക്കുന്ന പെയിൻറ്റ് അടിക്കുന്ന ബ്രഷും ആ സംഭവം എടുത്തിട്ട് ഞാൻ എന്താ പറയുക, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് കൊളാബറേറ്റ് ചെയ്ത് വെച്ചതാണ്. നന്നായിട്ട് കൊളാക്കിയിട്ടുണ്ട് ആകെ. കണ്ടു, വെറുതെ ജസ്റ്റ് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെന്താ, ഞാനിനിപ്പോൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇനിയിപ്പോൾ ഫുഡ് അടിക്കണം, വൈകുന്നേരം ദേവനെ കുളിപ്പിക്കണം, ജസ്റ്റ് ഒന്ന് ഉറക്കണം, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അടിക്കണം, യാത്രയാവണം, പോകണം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂലിയും ജാബൊക്കെ നടത്തണം. പിന്നെ ഏട്ടനും വൈഫും കുട്ടിയും കൂടിയിട്ട് പുറത്ത് പോയിക്കുകയാണ് എന്തോ കാര്യത്തിന് എന്തോ മേടിക്കാനായിട്ട്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഞാൻ അവരെ ഉൾപ്പെടുത്താൻ പറ്റുവെച്ചാൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാൻ അവരെ കുളിപ്പിച്ചതിന് ശേഷം. പിന്നെ നിങ്ങൾ ഫേസ് ഇപ്പോൾ സ്ട്രിപ്പ് ഇടുകയാണെങ്കിലും അതുപോലെ തന്നെ സ്ക്രബ് ചെയ്യുകയാണെങ്കിലൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തതിന് ശേഷം സ്ക്രബോ അല്ലെങ്കിൽ വാക്സ് ചെയ്യുകയാണ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈവൻ പീൽ ഓഫ് ചെയ്യുകയാണെങ്കിൽ പോലും ഒന്ന് ചൂട് പിടിപ്പിച്ചതിന് ശേഷം ഇതാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നമ്മുടെ സ്കിൻ അയഞ്ഞു കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയി കിട്ടും സ്കിന്ന് നമ്മുടെ. ആൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങാണ്. ഇടയ്ക്ക് കൂർക്കം വലിക്കുന്നുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 2-2.5 മണിക്കൂർ നേരത്തേക്ക് എണീക്കില്ല. അവൻ ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോഴേക്ക് എണീക്കുള്ളൂ എന്ന് വിചാരിക്കണു. ഞാൻ എന്തെങ്കിലും ഒച്ചയും ബഹളം കേട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ എണീക്കും കേട്ടോ. ഓക്കെ, ഞാനിതിൽ ഹിപ്പ് ഹോപ്പിൻ്റെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. പേർപ്പിൾ നെക്ക ഹോളാന്ന് തോന്നുന്നുണ്ട്, ഹോളിൽ ചെയ്തിട്ടുണ്ട് ഇത് മേടിച്ചത്. ഞാനിത് കുറേ യൂസ് ചെയ്തിട്ടോ. നല്ല കിടുക്കാച്ചി പ്രൊഡക്റ്റാണ് ഇത്. നമുക്ക് എന്താ പറയുക, വേദനയൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വേദന ഒന്നല്ല. അപ്പം പിള്ളേരല്ലേ, എത്രയൊക്കെ വേദന സഹിക്കണു. അപ്പം അത്ര വലിയ വേദന എന്നൊന്നും പറയാനില്ല, എന്നാലും വേദന ഉണ്ട്. ഇത് പിന്നെ ഞാൻ ഓൾറെഡി ഇത് നോസ്ട്രിപ്പായിട്ടാണ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യുക. ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡൊക്കെ നോസിലല്ലേ കൂടുതലുണ്ടാവുക. പക്ഷെ ഞാനിത് നോസിൽ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സാരം. കാരണം മൂക്കുത്തിയുള്ള കാരണം നോസിട്ട് നമുക്കിങ്ങനെ അത് സ്വൈപ്പ് ചെയ്ത് വലിക്കുമ്പോൾ മൂക്കുത്തി ഇങ്ങനെ ഇളകണ കാരണം നല്ല വേദന എടുക്കും. അപ്പം അതുകൊണ്ട് മൂക്കുത്തി ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫോർഹെഡ്, ചിന്നിൻ്റെ അവിടെ, കവിൾ ഭാഗം, മറ്റെന്താ പറയുക, ഹെയറുള്ള കൂടുതലുള്ള ഭാഗത്തൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക. നല്ല രീതിക്ക് ഹെയർ വലിക്കും കേട്ടോ, അതും പറയാമല്ലോ. നല്ല രീതിക്ക് ഹെയർ നന്നായിട്ട് ക്ലീനാക്കി കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമുക്ക് വേദനയുടെ ആഘാതം പോലെ ഇരിക്കും. ചിലർക്ക് നോർമലി പെയിൻ ഉണ്ടാവില്ല, ചിലർക്ക് നോർമലി. ഞാൻ പിന്നെ കൈയും ഒന്നും ഞാൻ വാക്സ് ചെയ്യാൻ ശ്രമിക്കാറില്ല, എനിക്ക് വേദന കൂടുതലുള്ള ഏരിയ വയ്ക്കുക. ഫേസ് പിന്നെ ചെറിയ സ്ട്രിപ്പായാലും വേഗം വലിച്ചെടുക്കും. അപ്പം അത്രയ്ക്ക് അങ്ങോട്ട് വലിയതായിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക്, എന്നാലും വേദന ഉണ്ട് കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ ഫേസിൽ നമ്മൾ ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ച് നന്നായി മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഫേസ് വാഷ്. ഞാനിവിടെ ആയുഷിൻ്റെ ഫേസ് വാഷ് ഞാൻ സെയിം ഹോളിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഫേസ് വാഷ് എടുക്കുക, നല്ല രീതിക്ക് നന്നായി ഫോം ചെയ്യണ പോലെ പതപ്പിച്ചിട്ട് ഫേസിൽ നന്നായിട്ട് ആപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നന്നായി കഴുകി കൊടുക്കുക. കാരണം ഒന്നാമത് നന്നായി സ്ട്രിപ്പിട്ട് വലിച്ചതാണ്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് ഒരു നല്ലൊരു ഡ്രൈ തുണി എടുത്തിട്ട് മുഖം തുടയ്ക്കുക. അപ്പോൾ കാരണം നമ്മളിപ്പോൾ നോ സ്ട്രിപ്സിൻ്റെ ഒപ്പം നമുക്ക് പറഞ്ഞില്ലേ ഒരു വൈപ്പ് കിട്ടും. ആ വൈപ്പിൻ്റെ അത്രയ്ക്ക് ഒരു ക്ലെൻസിങ് വൈപ്പാണ്. കാരണം ഈ പശ ഇട്ട് വലിക്കുമ്പോൾ നോ സ്ട്രിപ്സിൻ്റെ ഓൾറെഡി പശയുള്ള കാരണം അത് ക്ലീൻ ചെയ്യാനുള്ള വൈപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വൈപ്പ് കിട്ടുമ്പോൾ അതിൻ്റെ അത്ര ക്ലീൻ ചെയ്യില്ലേ നമ്മുടെ ആൽമണ്ട് ഓയിൽ. അപ്പോൾ ഒരു ടോണർ ഉപയോഗിക്കുക. ജസ്റ്റ് ഒന്ന് ഫേസ് നന്നായിട്ട് അതായത് ഒന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി നിൽക്കണ എക്സസ് നിൽക്കണ പശയുടെ കുറച്ചുകൂടി നമുക്കിങ്ങനെ വലിഞ്ഞു കിട്ടും. അപ്പം ഒന്നും കൂടി കുറച്ചുകൂടി ക്ലീൻ ആവും. പിന്നെ ഫേസ് വാഷ് ചെയ്യൊന്നും വേണ്ട. കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു എന്താ പറയുക നമ്മുടെ ഈ ജെൽ ബേസ് നമ്മളൊരു എന്താ പറയുക ഇതിനെ ജെൽ ബേസ് ഫേസിൻ്റെ മാസ്ക് നമുക്ക് ഉപയോഗിക്കില്ലേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഫേസിലുള്ള അഴുക്ക് ഇങ്ങനെ വലിഞ്ഞു കിട്ടുമെന്ന് പറയില്ലേ. അപ്പോൾ അതേപോലെ ജസ്റ്റ് നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ അത് ടോണറിന് ആ ഒരു ഉപയോഗം ചെയ്യുക. അത് കൂടുതൽ ഹണി, ലെമൺ, അതുപോലെ തന്നെ മറ്റേ ടീ ട്രീ ഈ 3 ബേസ് ചെയ്ത്, ഇനി വേറെ ഏതൊക്കെയൊന്നും എനിക്കറിയില്ല, ഈ 3 ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ടോണേഴ്സിനൊക്കെ ഇതിൽ നമുക്ക് ഈ ഒരു നമുക്ക് ഉപകാരം കിട്ടുന്നുണ്ട്. ദെൻ അത് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റിയിട്ട് നിങ്ങൾ വേറെ ഒന്നിന് ഫേസ് വാഷ് ചെയ്ത് നിൽക്കണ്ട. കഴിഞ്ഞിട്ട് ഞാൻ ഹിമാലയയുടെ കേസർ ഫേസ് പാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതെടുക്കുക, ഫുള്ളായിട്ട് മാസ്ക് പോലെ ഇടുക. നല്ല രീതിക്ക് നല്ല മാസ്കാണ്. കുറച്ചും കൂടി ഒരു ഡ്രൈ സ്കിന്നിന് പറ്റിയൊരു മാസ്കാണ് ഇത് കേട്ടോ. ഓക്കെ, എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഉറങ്ങി ചെല്ല സങ്കടത്തിലാണ്. ഭക്ഷണമൊക്കെ കൊടുത്തു ഞാൻ ഭക്ഷണം കഴിച്ചു. ഇനി ഞാൻ തല കഴുകിയിട്ടില്ല കേട്ടോ, ജലദോഷമാണ്, അതുകൊണ്ട് തല കഴുകിയിട്ടില്ല. ഇനി എന്താ ബസ് 4 മണിക്കാണ്. അപ്പോൾ കുറച്ച് കുത്തിയിടണം, പിന്നെ കാണാം. ഓക്കെ, ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് പുട്ടിയൊക്കെ ഇട്ടു. ലപ്പു നമ്മൾ ഒരുങ്ങിയില്ലേ? തലാട്ടുണ്ടാ പറയും, ഒരുങ്ങി ഒരുങ്ങി. ഞങ്ങൾ ഒരുങ്ങി കേട്ടോ. ഇനി പോണ വഴിക്ക് കാണാനായിട്ട് പറ്റും. ഞങ്ങള് മുടിയിട്ട് ഞങ്ങള് പാർക്കിയ പോവും. പിന്നെ എവിടെയാ പോവാ? ടിഷ്യൂര് എന്തിനാ? അപ്പൂനെ കാണാനില്ല. അപ്പൊ ഇങ്ങോട്ട് വായോ കാണാനില്ലല്ലോ. അപ്പൊ എത്തിച്ചു നോക്കിയേ. ഹലോ പറഞ്ഞേ. ഹലോ. നമ്മളെവിടേക്ക് പോണേ? പാർക്കിക്ക്. ശുണ്ടരനായില്ലോ. നമ്മളെ പിടിച്ച് പോണത് തൃശ്ശൂർക്ക് എന്തിനാ പോണേ? ഉറങ്ങിയിരിക്കാനാ? പോടി അവിടുന്ന്. എന്തിനാ പോണേ? പാർക്കിക്ക് പറയും. ആരാ അപ്പൂന് മേക്കപ്പ് ആരട്ടെന്ന്? ഗൗരി ഇട്ടെന്ന്. മുടി ആരെ കെട്ടിയെന്ന്? അച്ചു. അത്യാ അടിക്കണ ഭാഗം എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഓൾറെഡി വേഗം ഇതെന്റെ നാത്തു. ഞങ്ങൾ ബസ്സിനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ശക്തനിൽ പോയിട്ട് ഇറങ്ങി. ഇത് ശക്തൻ ടു മറ്റേ ആ ബോണത്തല നടക്കുന്ന സ്ഥലത്തേക്ക് മറ്റേ എന്താ പറയുക ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് പോകുന്നൊരു വഴിയുണ്ടല്ലോ. ആ സ്ഥലത്തിന് എനിക്കറിയില്ല പേര് പറയാനായിട്ട്. അവിടേക്ക് ചെയ്തൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഇതിൻ്റെ സൈഡ് കുറച്ചിങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സുകളും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഏരിയ, പിന്നെ മറ്റേ എന്താ പറയുക പട്ടിക്കുട്ടികളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം കൂടിയാണ്. ഇതാണ് ഒരു വലിയൊരു ഗ്രൗണ്ടേജിലാണ് സ്ഥലം നടക്കുന്നത്, ബോണത്താളെ. ഇത് ഭയങ്കര വെയിലായിരുന്നു. പിള്ളേരെയും കൊണ്ട് പോയിട്ടുണ്ടാച്ചാൽ തൊപ്പിയും ഇതൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അത്രയ്ക്ക് വെയിലുണ്ടായിരുന്നു കേട്ടോ.
അവിടെ തന്നെ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ വലിയൊരു സാൻഡാൻ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അപാര വലുപ്പമുണ്ട് കേട്ടോ ആ സാൻഡാനായിട്ട്. പിള്ളേർ അതിൻ്റെ അടിയിൽ നിന്ന് പോരുണ്ടായിരുന്നില്ല. ഒരു കറക്റ്റ് എക്സാക്റ്റ് ഒരു ക്രിസ്മസ് അപ്പാപ്പനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് വന്നിട്ട് എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരുപാട് വലിപ്പമുണ്ടായിരുന്നു സംഭവം കാണാനായിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കുറച്ച് പുൽക്കൂടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പുൽക്കൂടും വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒരുപാട് നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ, നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ വിളിച്ചിട്ട് പിള്ളേരെ കളിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. ദേവയ്ക്ക് ക്രിസ്മസ് പാപ്പയുടെ എന്താ പറയുക താഴത്തുനിന്ന് കയറി വരാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അവിടുന്ന്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു എന്താ പറയുക ഒരു ഇത് ഇങ്ങനെയാണ്, ആ ഒരു പിക്ചർ ഇങ്ങനെയാണ്. ഒരു 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 ലോഡ് ചെടിത്തൈകൾ, അതായത് പൂത്തൈകൾ കൊണ്ടുവച്ചിട്ടുണ്ട് അവിടെ. ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പൂത്തൈകളാണ് കേട്ടോ, ഒരുപാടുണ്ട് അവിടെ. ചെണ്ടുമല്ലിയും ജമന്തിയും ഓർക്കിഡ് റോസ് എല്ലാം ഉണ്ടായിരുന്നു. അത് അറേഞ്ച് ചെയ്ത് നല്ല കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക വാട്ടർ ഗ്ലോസ് ഇല്ലേ, അത് എൻ്റെ പൊന്നി അത് കണ്ടിട്ട് പിള്ളേർ അതിലേക്ക് ഓടാനൊക്കെ നോക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല എന്താ പറയുക ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു എല്ലാതും. ഗാർഡൻ കഴിഞ്ഞിട്ട് കയറുന്നത് പിന്നെ കുറച്ച് ഹോം അപ്ലയൻസസിൻ്റെ ഒരു ഇതിലേക്ക് സെറ്റിലേക്കാണ്. അതിൽ കുറേ ഉണ്ട്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതേപോലെ ഒരു 8Kയുടെ ഈ കാണുന്ന ഒരു 8Kയുടെ ഒരു TV LED. എൻ്റെ പൊന്നെ, എനിക്ക് ആ TV കുറിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ എന്താ പറയുക, നമ്മുടെ തൊട്ട് മുന്നിൽ നമ്മൾ എക്സാക്റ്റായിട്ട് എന്താ നടക്കുക അത്രയും ക്ലിയറായിട്ടും ക്ലാരിറ്റിയിലും കാണാൻ പറ്റുമോ TV. ചെറിയ വിലയായിരുന്നു ഉള്ളത്, 4,99,000 സംതിങ് അത്രയാണ് TVയുടെ വില ഉണ്ടത്. പിന്നെ ഇതൊക്കെ കിച്ചൺ ടൂൾസാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഓഫർ പ്രൈസിനുണ്ട്. അതുപോലെ മറ്റേ ചിമ്മിനിയും ഗ്യാസ് സ്റ്റോവൊക്കെ കൂടിയിട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓഫർ പ്രൈസിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ സോഫ സെറ്റി, ഡൈനിങ്, അങ്ങനത്തെ കുറച്ച് എന്താ പറയുക അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ഇവിടെ നിന്ന് ഇനി കുറച്ച് അങ്ങോട്ട് പറഞ്ഞല്ലോ ഹോം അപ്ലയൻസസ് തന്നെയാണ് കാണാൻ പോകുന്നത് കേട്ടോ.
ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി പിള്ളേരുടെ സെക്ഷൻ, കളിക്കാനുള്ള മറ്റേ കുറേ ഈ എന്താ പറയുക കളിക്കാനുള്ള കുറേ സാധനങ്ങൾ, അതേപോലെ തന്നെ ഈ ഫുഡ് കോർട്ടിൻ്റെ ഏരിയ, അതൊക്കെയാണ് ഇവിടെ വരുന്ന ഭാഗങ്ങൾ. ഇനി കുറേ വാശി പിടിച്ച് പിള്ളേർ, പിന്നെ ഒരുപാട് ഈ ഭാഗത്തൊന്നും അധികം ആൾക്കാരുണ്ടായേനില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കറക്റ്റ് ആ ഒരു 4 മണി 4:30 ആ ഒരു സമയത്ത്, ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ 6 മണി സമയത്തൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കാവും അത്ര. ഇപ്പോഴേ തന്നെ തിരക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങളുടെ ഈ സൈഡിലൊക്കെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റാണ്ട് നിറയെ ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇതിനേക്കാളൊക്കെ എന്തുകൊണ്ടും നല്ലത് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ വരില്ലേ, ആ പൂരത്തിൻ്റെ ആ സമയത്ത്, ഒരു ഏപ്രിൽ മെയ് ആ സമയത്ത് വരുന്ന എക്സിബിഷൻ ഉണ്ട്. അത് സൂപ്പറാണ്. എനിക്കിതിനേക്കാളും കൂടുതൽ അതാണ് ഇഷ്ടം നോർമൽ. പിന്നെ നെക്സ്റ്റ് സ്ഥലം തൃശ്ശൂരിൻ്റെ നെഹ്റു പാർക്കാണ്. പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നിന്ന് തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിന്ന് തിരിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ചെറുതിനൊക്കെ കൊണ്ടുപോയിട്ട് ദേവേനെയൊക്കെ കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പിള്ളേർ, കുഞ്ഞു പിള്ളേരും വലിയ പിള്ളേരെല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് മുകളിലുള്ള അതായത് കുഞ്ഞു ഞങ്ങളിപ്പോൾ പാർക്കിലെത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല തിരക്കുണ്ട് പാർക്കിലായിട്ട്. പിള്ളേരൊന്നും കളിക്കാനായിട്ട് വിടാൻ പറ്റണേ, നല്ല തിരക്കുണ്ട് പാർക്കിൽ. ഇത് പാർക്കിലത്തെ വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ പോരാൻ നേരത്ത് ഞങ്ങൾ ഇത്തിരി നേരം അവിടെ ഇരുന്നു. കാരണം നടക്കാനൊന്നും ഒരു രക്ഷയില്ല, പിള്ളേരെയും കൊണ്ട് ഒരു സ്ഥലത്ത് കളിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോൾ ഉള്ള വ്യൂ ആണിത് കേട്ടോ. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ തൃശ്ശൂർ ഫെസ്റ്റിവൽ എന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ചുറ്റും നമ്മുടെ വടക്കുന്നാഥൻ്റെ ചുറ്റും ഫുള്ള് മറ്റേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുക, അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സംഭവം അതൊന്നല്ല. ഈ കുറച്ച് ഓരോ ഏരിയയിൽ ഇങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ ഫെസ്റ്റിവൽ, അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് വേറെ അങ്ങോട്ട് വലിയതായിട്ട് തോന്നിയൊന്നും ഇല്ല കേട്ടോ. ഇന്നിപ്പോൾ പോയാലും എനിക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ടത്, ഒന്ന് പാർക്കിലൊന്നും ഇല്ലാണ്ടൊന്നും കളിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ബോണ്ണത്താൽ അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷൻ അത്രയ്ക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം സത്യം പറയാൻ. കുറേ ഇങ്ങനെ എന്താ പറയുക രൂപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റും. അതായത് ഈ വടക്കുന്നാഥൻ്റെ ചുറ്റും ഓരോ രൂപങ്ങൾ, ഇപ്പോൾ മങ്കിയുടെ, കടുവ, പരുന്ത്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ട് ഓരോന്ന്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിള്ളേർക്ക് കാണാനായിട്ടൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും, അതൊക്കെ കാണാനൊരു രസമാണ്, അത് വേറൊരു കാര്യം. അതല്ലാണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് തൃശ്ശൂർ എക്സിബിഷൻ അത്രയ്ക്ക് എത്തിയില്ല. പിന്നെ ഞങ്ങൾ മറ്റേ വടക്കുന്നാഥൻ്റെ നടുവിലാണ് ശ്രീനിവാസസ്ഥാനം, ആ ഫ്രണ്ട് ഭാഗം, വടക്കുന്നാഥൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഞങ്ങൾ നടന്ന് ഞങ്ങൾ പോയി. അവിടെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ടും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഹോട്ടൽ രാധാകൃഷ്ണനെ പോയി. പക്ഷേ വടക്കുന്നാഥൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. തൃശ്ശൂർക്കാരിയായി ജനിച്ചതിൻ്റെ ഏറ്റവും നല്ലൊരു ഹമ്പത്തറ്റിക്കൽ കോഡ് പറയും. പക്ഷെ നല്ല രസമായിരുന്നു. ഒരുപാട് ടയേർഡ് അയച്ചാൽ പോലും ലാസ്റ്റ് വടക്കുന്നാഥൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ
ആകെ ടയേർഡായേനു. എന്താ പറയുക, എനിക്കൊന്നും പാർക്കിൽ പോയപ്പോഴൊന്നും എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ല. കാരണം അപാര തിരക്കായിരുന്നു. പാർക്കിലൊക്കെ അത്രയും തിരക്കുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ടൊന്നും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. തൃശ്ശൂർ ഞാൻ ഇത്രയും തിരക്കിൽ കണ്ടിട്ടില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ രാധാകൃഷ്ണയിൽ കയറിയിട്ട് ഞങ്ങൾ മസാല ദോശ കഴിച്ചു. എനിക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, വ്ളോഗായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെന്താ, എനിക്കൊന്നും മേടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ദേവയും പിള്ളേരൊക്കെ ആകെ ചടച്ചായിരുന്നു. അപ്പോൾ അവരൊക്കെ എടുത്തു വന്നപ്പോൾ വല്ലാത്ത ടയേർഡായി. പിന്നെ ഓട്ടോറിക്ഷ ഒന്നും പോകണ്ടായിരുന്നില്ല, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോറിക്ഷ പോകാത്തതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കാൽനട തന്നെയായിരുന്നു ശരണം. അപ്പോൾ പിന്നെ അവിടെ നിന്ന് വടക്കുന്നാഥൻ്റെ അവിടെ നിന്ന് ശക്തൻ സ്റ്റാൻഡ് വരെ നടന്നു. പിന്നെ ഊഹിക്കാലോ ഇപ്പോൾ പിള്ളേരൊക്കെ എടുത്ത് നടക്കുമ്പോൾ എന്താ അവസ്ഥ എന്നല്ല അറിയാലോ. അപ്പോൾ എന്താ, ഞാൻ പ്രതീക്ഷിച്ച പോലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കാം. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, എല്ലാവരും ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ ടാറ്റാ ബൈ ബൈ.